ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച NREG വർക്കേഴ്സ് യൂണിയൻ AITUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കണ്ണോളി ധർണ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സംവിധാനം നിർത്തലാക്കുക, കുറഞ്ഞ കൂലി 700 രൂപയായി ഉയർത്തുക, പ്രവൃത്തി ദിനം കുറഞ്ഞത് 200 ദിവസമായി ഉയർത്തുക, അയ്യങ്കാളി തൊഴിലുറപ്പ് വേതന കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നിലപാടുകൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ NREG വർക്കേഴ്സ് യൂണിയൻ AITUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ധർണ നടത്തിയത്. ഇടതുപക്ഷ ആശയപ്രകാരം 1ാം UPA സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ പടിപടിയായി ഞെക്കിക്കൊല്ലുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടിയ കൂലി വ്യവസ്ഥ നിലവിലുള്ള കേരളത്തിലാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും കുറഞ്ഞ കൂലി നിജപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇങ്ങനെയൊക്കെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പണിയെടുക്കുന്നവരുടെ സമരക്കൂട്ടായ്മ ഉയർന്നു വരുന്നുണ്ടെന്നും അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മുടങ്ങിക്കിടക്കുന്ന വേതന കുടിശ്ശിക ഉടൻ വിതരണം ചെയ്തില്ലെങ്കിൽ അടുത്ത പ്രതിഷേധം മുനിസിപ്പാലിറ്റി ആസ്ഥാനങ്ങളിലേക്കായിരിക്കുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കണ്ണോളി പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് നിജ ജയകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി സുനിൽ കുന്നത്തേരി, MR സോമനാരായണൻ, MA വേലായുധൻ, PV സുധീർ, ഷീല മോഹൻ, CV പൌലോസ്, S രാധിക തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് PN ഹരിദാസൻ, CR രാജേഷ്, അശ്വിനി ബാബു, കാർത്തിയായിനി ഗോവിന്ദൻ, ദേവകി ശങ്കരൻ, പാർവതി വേലായുധൻ, KA അംബിക, രമണി കുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നരേന്ദ്രമോദി ഗവൺമെന്റോ ഇതേ പാത തന്നെ പിന്തുടർന്നു. ബഡ്ജറ്റിൽ തുക വെട്ടിക്കുറയ്ക്കുകയോ മാത്രമല്ല, കാർഷിക മേഖലയിൽ നിന്ന് ഇതിനെ ഒഴിവാക്കുക മാത്രമല്ല, ഒട്ടേറെ നിബന്ധനകൾ കൊണ്ടുവന്നു. NMMS നാഷണൽ മൊബൈൽ മോണിറ്റൈസേഷൻ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പാവപ്പെട്ട തൊഴിലാളികൾ, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്ത തൊഴിലാളികൾ, അവർ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫോട്ടോ എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യണം. അവിടെ റേഞ്ച് ഇല്ലെങ്കിലോ അന്നത്തെ കൂലി കിട്ടുകയില്ല. അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അന്നത്തെ പണിയുടെ കൂലി കിട്ടുകയില്ല. ചില ആളുകൾ അവർ പണി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്ററും 2 കിലോമീറ്ററും മാറി പോയിട്ടാണ് ഈ റേഞ്ചുള്ള സ്ഥലങ്ങളിൽ പോയി എല്ലാ തൊഴിലാളികളും നടന്നു പോയിക്കൊണ്ട് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നു. എത്ര വിരോധാഭാസമായ കാര്യമാണ്. ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ വെറും 346 രൂപയാണ് കൂലിയുള്ളത്. നിങ്ങൾക്കറിയാം, ഇന്ന് മിനിമം കൂലി 700 രൂപയാണുള്ളത്. ഹരിയാനയിൽ 374 രൂപ, ഗോവയിൽ 356 രൂപ, എന്നാൽ കേരളത്തിൽ 346 രൂപ. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൂലിയുള്ള സംസ്ഥാനം കേരളമാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, വടക്കാഞ്ചേരി.